എന്നാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേഴ്സണൽ ലോൺ എടുക്കുന്നത് ശരിയാണോ, അതോ നമ്മൾ അറിയാതെ കുഴിയിൽ ചാടുകയാണോ? നമുക്ക് നോക്കാം. പേഴ്സണൽ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പലിശ നിരക്കാണ്. സാധാരണ ബിസിനസ് ലോണിനേക്കാളും സ്വർണ്ണ പണയ വായ്പകളെക്കാളും പേഴ്സണൽ ലോണിന് പലിശ കൂടും. ഈ ഉയർന്ന പലിശ നമ്മളുടെ ലാഭം കുറയ്ക്കും. രണ്ടാമത്തെ പ്രശ്നം തിരിച്ചടവാണ്. ബിസിനസ് പൊളിഞ്ഞാൽ പോലും നമ്മൾ ലോൺ തിരിച്ചടച്ചേ പറ്റൂ. വരുമാനം ഇല്ലാതാകുമ്പോൾ ഇത് വലിയ ബാധ്യതയാകും. സാമ്പത്തികമായി നമ്മൾ കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും. മൂന്നാമതായി, പേഴ്സണൽ ലോണിന് തിരിച്ചടവ് സമയം കുറവായിരിക്കും. അതായത് നമ്മൾ മാസം തോറും കൂടുതൽ തുക തിരിച്ചടക്കേണ്ടി വരും. ബിസിനസ്സിൽ നിന്ന് വരുമാനം വരാൻ വൈകിയാൽ ഇത് വലിയ പ്രഷർ ഉണ്ടാക്കും. എല്ലാ സമയത്തും പേഴ്സണൽ ലോൺ എടുക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ ഇത് പരിഗണിക്കാവുന്നതാണ്. എപ്പോഴൊക്കെയാണ് എന്ന് ഒന്ന് നോക്കിയാലോ. ഒന്നാമതായി, ചെറിയ തുക മതിയെങ്കിൽ. കുറഞ്ഞ തുകയ്ക്ക് വേണ്ടി വലിയ ലോൺ പ്രോസസ്സിലേക്ക് പോവേണ്ട കാര്യമില്ല. രണ്ടാമതായി, കുറഞ്ഞ കാലത്തേക്ക് മാത്രം മതിയെങ്കിൽ. പെട്ടെന്ന് കുറച്ച് പൈസ കിട്ടിയാൽ വലിയൊരു ഓർഡർ എടുക്കാൻ പറ്റുമെങ്കിൽ കുറഞ്ഞ ടൈമിലേക്ക് പേഴ്സണൽ ലോൺ എടുക്കുന്നത് ആലോചിക്കാം. മൂന്നാമതായി, വേറെ വഴിയില്ലാത്ത ഒരവസ്ഥ. ബിസിനസ് തുടങ്ങാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എങ്കിൽ നന്നായി ആലോചിച്ച ശേഷം പേഴ്സണൽ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷേ എല്ലാ സാധ്യതകളും ആലോചിക്കണം കേട്ടോ.